Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലിയിൽ ബീവറേജസ് ഔട്ട്ലെറ്റിന് സർക്കാർ അനുമതി നൽകണമെന്ന് വ്യാപാരികൾ. 11 ബാറുകൾ ഉണ്ടായിരുന്ന കാലത്തും അങ്കമാലിയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. ബാർ ഉടമകളുടെ പിടിവാശിക്ക് സർക്കാർ വഴങ്ങരുതെന്ന് മുൻ നഗരസഭാ കൗൺസിലർ കൂടിയായ വ്യാപാരി PJ പൗലോസ് ആവശ്യപ്പെട്ടു. അങ്കമാലിയിലെ ബീവറേജിന് എന്ത് സംഭവിച്ചു? ഇതാണ് അങ്കമാലി നഗരസഭയുടെ പൊതുമാർക്കറ്റ്. നഗരഹൃദയ ഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് KSRTC സ്റ്റാൻഡിന് എതിർവശം അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയ ഒരു മാർക്കറ്റ് കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ എന്താണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത ഇടം എന്ന് പറയുന്നില്ല, പട്ടികൾ മാത്രം തിരിഞ്ഞു നോക്കുന്ന ഒരിടമായി മാറിയിരിക്കുന്നു അങ്കമാലി നഗരസഭയുടെ പൊതുമാർക്കറ്റ്. 8 വർഷം മുൻപ് ഇതായിരുന്നില്ല അവസ്ഥ. അന്ന് ഇവിടെ അതിവിശാലമായ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകൾ നിലയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. താഴെ വെള്ളവും ടച്ചിങ്സും മീനും ഇറച്ചിയുമൊക്കെയായി ഒട്ടേറെ കടകളും. മദ്യം വാങ്ങാനും കടകളിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും ആളുകൾ തിക്കും തിരക്കും കൂട്ടിയിരുന്ന ഭൂതകാലം. മാർക്കറ്റ് അത്രയേറെ സജീവമായിരുന്ന ആ നല്ല നാളുകളെ അയവിറക്കുകയാണ് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ. ഇവിടെ ഈ 20 വർഷത്തോളം ഈ മാർക്കറ്റ് വന്നിട്ട് ഈ 20 വർഷത്തിനുള്ളിൽ ഈ മോൾവശത്തെ നിലയിലുള്ള 10-40 മുറി ഇതേവരെ മുനിസിപ്പാലിറ്റി ആർക്കും കൊടുത്തിട്ടില്ല. ഇത് മോൾവശം മുഴുവൻ അന്യ സംസ്ഥാന തൊഴിലാളികൾ മുഴുവൻ അതിൻ്റെ മുകളിലും മദ്യപാനവും രാത്രി കിടക്കലും എല്ലാം പിടുത്തവും വൈകുന്നേരം മുതൽ സർവ്വ സ്ഥലത്തും മുള്ളി ഒഴിക്കലും ഇതൊക്കെയാണ് ഇവരുടെ പണി. ഇതൊന്നും അവർക്ക് നഷ്ടമല്ല. മുനിസിപ്പാലിറ്റിക്ക് നഷ്ടം. നമ്മളെങ്ങാനും ഒരു മാസത്തെ വാടക കുടിശ്ശിക വന്ന ജപ്തിയായി നടപടിയായി ഒരെന്നെ അടച്ചുപൂട്ടലിൻ്റെ വക്കത്തെത്തി. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അക്കാലത്ത് 11 ബാറുകൾ ഉണ്ടായിരുന്നു അങ്കമാലി പട്ടണത്തിൽ. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം ബാറുകൾ ഉണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു അന്ന് അങ്കമാലി. 2016 മദ്യശാലകൾക്ക് റോഡ് ദൂരപരിധി നിയമം വന്നപ്പോൾ ബീവറേജസ് അടക്കമുള്ള മദ്യശാലകൾക്ക് പൂട്ടുവീണു. പിന്നീട് നിയമം മാറി വന്നപ്പോൾ ബാറുകൾ പുനർജനിച്ചുവെങ്കിലും ബീവറേജസ് ചത്തു തന്നെ കിടന്നു. പൊതുമാർക്കറ്റ് ആരും കടന്നു ചെല്ലാത്ത ശവപ്പറമ്പായി മാറി. വാടക ഇനത്തിൽ നഗരസഭയ്ക്ക് മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് രൂപയും നഷ്ടമായി. ബീവറേജസ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്ന നഗരസഭാ കെട്ടിടം ഇന്ന് ഇതര സംസ്ഥാനക്കാരുടെ ലോഡ്ജായി മാറിയിരിക്കുകയാണ്. ഗവൺമെന്റ് തലത്തിൽ തന്നെ ലഹരി മാഫിയകൾക്കും രാസലഹരികൾക്കും തെരച്ചിൽ നടക്കുകയും ശക്തമായ നടപടി നടക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇത് നോക്കുന്നില്ല? ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഇവിടെ നേരം വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ അടുക്കാൻ പറ്റാത്തതുള്ള ആളുകളും എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നതും വെള്ളം കഴിക്കുന്നതും കഞ്ചാവ് വലിക്കുന്നതൊന്നും ഒരു പിടിയില്ല. എന്നും അടിപിടിയും ബഹളങ്ങളാണ്. ഇത് നോക്കുവാൻ പോലും പോലീസോ എക്സൈസോ തയ്യാറാകുന്നില്ല. മദ്യപാനവും ചീട്ടുകളിയും കൂട്ടത്തല്ലും സ്ഥിരമായി നടക്കുന്ന ഇവിടെ നഗരത്തിലെ മറ്റു ചില ലോഡ്ജുകളിൽ നടക്കുന്നത് പോലെ പെൺവാണിഭവും നടക്കുന്നുണ്ടോ എന്ന സംശയം മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ഇവിടെ അടഞ്ഞു കിടക്കുന്ന 11 ഷട്ടറുകളുണ്ട്. ഈ 11 ഷട്ടർ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റാണ് ഇവ പൂട്ടിക്കിടക്കുന്നത്. ഇതിൻ്റെ വരാന്തയിലെയും പ്രദേശത്തുമായിട്ട് തമിഴന്മാർ 50-60 തമിഴന്മാരാണ് ഇവിടെ കിടക്കുന്നത്. 1 രൂപ പോലും വാടക കിട്ടാതെ കിടക്കുകയാണ് അവിടെ. ഇവിടെ നേരെ അന്ത്യമായി കഴിഞ്ഞ അശ്ലീല പ്രവർത്തനങ്ങളാണ്. വെള്ളം കുടിയും തല്ലും കഞ്ചാവോലിയും എല്ലാമാണ് ഇവിടെ നടക്കുന്നത്. ഒരു 5 മണി അല്ല 6 മണി 7 മണി കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് ഒരാൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ടുള്ള ശല്യമാണ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണുവാൻ മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞിട്ടോ പോലീസിൽ പറഞ്ഞിട്ടോ ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരം കാണുവാൻ ഇവർ തയ്യാറായിട്ടില്ല. മദ്യനയത്തിൽ ഇളവ് വന്നതോടെ എല്ലാ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ പോലും ബീവറേജസ് ഔട്ട്ലെറ്റ് വന്നിട്ടും എന്തുകൊണ്ട് അങ്കമാലി മാത്രം ഒഴിവാക്കപ്പെട്ടു എന്ന സംശയം ബാക്കിയാകുന്നു. ഇതിനു പിന്നിൽ ബാർ ഉടമകളുടെ സമ്മർദ്ദ തന്ത്രമാണുള്ളതെന്നും മറ്റെല്ലാ നടപടികളും അന്തിമഘട്ടത്തിലാണെന്നും
വിഷയത്തിലിടപെട്ട് മുന്നോട്ടു പോകുന്ന അങ്കമാലി നഗരസഭയിലെ മുൻ കൗൺസിലറും മാർക്കറ്റിലെ വ്യാപാരിയുമായ PJ പൗലോസ് പറയുന്നു. നാഷണൽ ഹൈവേ നിന്നും പാതയോരത്തു നിന്നും 500 മീറ്റർ അകലെ മാത്രമേ ബിവറേജുകൾ പ്രവർത്തിക്കാവൂ എന്ന ഒരു വിധി വന്നപ്പോൾ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ബിവറേജിൻ്റെ ഔട്ട്ലൈൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോയി. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ പാർക്കിംഗ് സ്ഥലമില്ല. അവിടെ നിന്ന് മാറ്റേണ്ട ഗതികേട് വന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഈ ബിവറേജ് ഇവിടേക്ക് വരാൻ വേണ്ടി ഇവിടെ വരികയും ബിവറേജ് കോർപ്പറേഷൻ വന്ന് സ്ഥലം പരിശോധിക്കുകയും അതിനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു. അത് പ്രകാരം അങ്കമാലി നഗരസഭയുടെ കൗൺസിൽ ഐക്യകണ്ഠനെ പാസ്സാക്കി ഈ ബിവറേജ് ഇരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും തുടങ്ങുന്നതിന് എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് കൗൺസിൽ പാസ്സാക്കി, റെസൊല്യൂഷൻ പാസ്സാക്കി അവർക്ക് ലെറ്റർ കൊടുക്കുകയും അതിന് പ്രകാരം ബിവറേജ് കോർപ്പറേഷൻ്റെ RMOയും അതിനുശേഷം ഹെഡ് ഓഫീസും വന്ന് ഇൻസ്പെക്ഷൻ നടത്തി എല്ലാ കാര്യങ്ങളും വ്യക്തമായി മുനിസിപ്പാലിറ്റിയും ബിവറേജും തമ്മിലൊരു ധാരണയിലെത്തി വാടക കരാറിൽ ഒപ്പുവെച്ചില്ല എന്ന് മാത്രം ബാക്കി എല്ലാ കാര്യങ്ങളും ധാരണയിലെത്തി തിരികെയും ചെയ്തു. ആ കാര്യങ്ങൾ അറിയിച്ച് എല്ലാം കൂടി വീണ്ടും ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിട്ട് നാളിതുവരെയായിട്ടും ഗവൺമെന്റിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടില്ല. 20 കൊല്ലമായിട്ട് പ്രവർത്തിച്ചു, 20 കൊല്ലമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു കിടക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണിത്. ഈ ബിവറേജ് ഇവിടെ വന്ന് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ കുറച്ച് വാടക മുനിസിപ്പാലിറ്റി കിട്ടിയെന്നല്ലാതെ ഇതുവരെയും വീണ്ടും ഒരു 10 പൈസ വാടക ഇനത്തിൽ കിട്ടിയിട്ടില്ല. ഇതിവിടെ പ്രവർത്തിക്കായിരുന്നുവെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാണെങ്കിലും മാസം ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും വാടക ഇനത്തിലും ഈ ദൂരത്തിൽ 10-13 കിലോമീറ്റർ അകലത്തിൽ പോകുന്ന ജനങ്ങൾക്ക് ഇവിടുന്ന് ഈ സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോകാൻ സൗകര്യം കിട്ടുകയും ഈ മാർക്കറ്റിന് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുകയും ചെയ്യുമായിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും അതിന് വേണ്ടിയിട്ട് ചെയ്യില്ല. ഇതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ബാറുകാരാണ് ഇതിന് എതിർപ്പ് നിൽക്കുന്നു എന്നതാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ബാറുകാർ മുഴുവൻ ഇവിടെ ബീവറേജ് വരാൻ അനുവദിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കച്ചവടം പോകും എന്നാണ്. അവർ എല്ലാ മുനിസിപ്പൽ കൗൺസിലർമാരെയും സ്വാധീനിച്ച് ചെയർമാനെയും MLAനെയും ഒക്കെ സ്വാധീനിച്ച് അവർ മുഴുവൻ ഇവിടെ ഇത് വരുത്താൻ സമ്മതിക്കില്ല. ഇവിടെ 5-8 കൊല്ലത്തോളം ബീവറേജ് ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നതാണ്. എന്താണ് ബാറുകാർ എതിർപ്പ് നിൽക്കാൻ കാരണം? ബാറുകാരുടെ ലൈസൻസ് പുതുക്കണമെങ്കിൽ ഈ ബീവറേജ് കോർപ്പറേഷൻ ബാറിന് സമീപത്ത് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൊരട്ടിയിലെ ബീവറേജ് എവിടെ ഇരിക്കുന്നു? കോട്ടായിൽ ബീവറേജ് എവിടെ ഇരിക്കുന്നു? ആലുവയിൽ ബീവറേജ് എവിടെ ഇരിക്കുന്നു? ഈ ബീവറേജുകളെല്ലാം ബാറിൻ്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു കാലത്ത് 11 ബാറ് പ്രവർത്തിച്ച സമയത്താണ് ഈ ബീവറേജുകൾ പ്രവർത്തിച്ചത്. അന്ന് ഈ ബാറുകാർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ? ഇന്ന് വെറും 6 ബാറേ അങ്കമാലി പ്രവർത്തിക്കുന്നുള്ളൂ. എന്നിട്ട് ഈ ബിവറേജ് വരുന്നതിൽ തടസ്സം നിൽക്കുന്നു. എത്രയും വേഗം ഒരു ബിവറേജ് ഈ മാർക്കറ്റിലേക്ക് വരും. ഇവിടെ ഇഷ്ടത്തിന് പാർക്കിംഗ് ഏരിയയും മറ്റുള്ള സൗകര്യങ്ങളും എല്ലാം ഉള്ളതാവുന്നു. എന്നെ KSRTC സ്റ്റാൻഡിൻ്റെ സമീപം ഈ മാർക്കറ്റിൻ്റെ ഹൃദയഭാഗം എല്ലാവിധ സൗകര്യങ്ങളോട് എത്രയോ വാഹനം വന്നാലും പാർക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല. ഒരു ട്രാഫിക് പ്രശ്നമില്ലാതെ കിടക്കുന്ന ഈ സ്ഥലത്ത് എത്രയും വേഗം ആ ബിവറേജ് ഇങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്കമാലിയിൽ നടന്ന മുഖ്യമന്ത്രിയുടെ ജനകീയ സദസ്സിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം സമർപ്പിക്കപ്പെട്ടിരുന്നു. എക്സൈസ് മന്ത്രി അങ്കമാലിയിലെത്തിയപ്പോൾ ബീവറേജസ് അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് ബാർ ഉടമകളും നിവേദനം നൽകി. ബെവ്കോ ഉദ്യോഗസ്ഥർ അങ്കമാലിയിലെത്തി നഗരസഭാ കെട്ടിടം പരിശോധിച്ച് ഔട്ട്ലെറ്റിന് പച്ചക്കൊടി കാട്ടുകയും ചെയ്തു. ഇതിനിടെ ബാർ ഉടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ബീവറേജസ് വരാതിരിക്കാൻ നഗരസഭാ ഭരണസമിതി കെട്ടിട വാടക പഴയ നിരക്കിനേക്കാൾ ഇരട്ടിയാക്കി ആവശ്യപ്പെട്ടതായും പറയപ്പെടുന്നു. എന്നാൽ കൂടിയ വാടക നിരക്കും ബെവ്കോ അംഗീകരിച്ചതോടെ ബാർ ഉടമകളും നഗരസഭയും വെട്ടിലായി. അതേസമയം നിയമപ്രശ്നങ്ങളെല്ലാം മറികടന്നിട്ടും അങ്കമാലി ബീവറേജസിന് എക്സൈസ് വകുപ്പ് എന്തുകൊണ്ട് അനുമതി നൽകുന്നില്ല എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. സർക്കാരിനും ഭരണകക്ഷിക്കും ബാർ ഉടമകൾ നൽകി വരുന്ന കോടികളുടെ സംഭാവനയാണ് ഇതിന് പിന്നിലെന്നും പറയപ്പെടുന്നു. നഗരസഭാ കെട്ടിടത്തിൽ ബെവ്കോ ഔട്ട്ലെറ്റ് വന്നാൽ മാർക്കറ്റിന് ഉണർവുണ്ടാകും. ഒട്ടേറെ ചെറുകിട കച്ചവടക്കാരും തൊഴിലാളികളും രക്ഷപ്പെടും. മദ്യപർക്ക് ദാഹമകറ്റാൻ സമീപ നഗരങ്ങളിലേക്ക് ദുരിതയാത്ര നടത്തേണ്ടി വരില്ല. ബെവ്കോ ഔട്ട്ലെറ്റ് ദോഷമുണ്ടാക്കുന്നത് അങ്കമാലിയിലെ വിരലിലെണ്ണാവുന്ന ചില ബാർ മുതലാളിമാർക്ക് മാത്രമായിരിക്കും. ജനകീയ സർക്കാർ ആർക്കൊപ്പം നിൽക്കും എന്ന സംശയം മാത്രമാണ് ബാക്കിയുള്ളത്. ഏറ്റവും സൂട്ടബിളായ സ്ഥലം ഇത് തന്നെയാണ്. ബിവറേജ് കോർപ്പറേഷൻ്റെ MDയും ബിവറേജ് കോർപ്പറേഷൻ RMOയും ശുപാർശ ചെയ്തിരിക്കുന്ന സ്ഥലം ഇതാണ്. പക്ഷേ ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരം കൊടുത്തിട്ടില്ല. ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരം കൊടുക്കാത്തതിൻ്റെ കാരണം ബാറുകാരാണ്.
ബാറുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിൽക്കുകയാണ് ബീവറേജ് എക്സൈസ് വകുപ്പ്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.